നമസ്കാരം. എല്ലാ കുട്ടികൾക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എന്നും നമ്മൾ അരി ഉഴുന്ന് അരച്ചും അപ്പം ഉണ്ടാക്കുകയും ഇഡലിയും ദോശ ഉണ്ടാക്കിയും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്താണ് ഓളെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ബെല്ലേക്ക് അമർത്തുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിന്ന് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് ഉടനാണ് കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ റവ കൊണ്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 300 ഗ്രാം റവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നെയ്യിൽ വേണം കേട്ടോ നമ്മുടെ ഈ റവയൊന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ ഇത് വറുത്ത റവയായിരുന്നു. അത് കാരണം നമുക്കിത് ഒത്തിരി വറുക്കണമെന്നില്ല. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. വറുക്കാത്ത റവയാണ് ഇച്ചിരി നമ്മളൊരു 5 മിനിറ്റെങ്കിലും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ റവയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പാലാണ് നമ്മൾ 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതോടൊപ്പം തന്നെ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലല്ല, പശുവിൻ പാലിൽ ഇത് തയ്യാറാക്കാവുന്നതാണ്. പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്നതാണ്. അപ്പം എല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തത് യോജിപ്പിച്ചെടുക്കാം. നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി എടുക്കണം. നമുക്ക് ചൂടോടെ എടുക്കരുത്, കൈ പൊള്ളും. നമ്മൾ തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസുകളൊക്കെ എടുക്കണം. ഇനി ഇതെല്ലാം ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒത്തിരി അങ്ങ് തണുത്തു പോകുന്നതിന് മുമ്പ് നമ്മുടെ കൈ പൊള്ളാത്ത രീതിയാകുമ്പോൾ നമ്മളത് ഇതേപോലെ എടുത്ത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇതേപോലെ കുറേശ്ശെ എടുത്താൽ മതി.
അപ്പം ഇതേപോലെ നമുക്കിത് മുഴുവനൊന്ന് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാലെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ എടുത്തതിൻ്റെ ബാക്കി തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാലിലേക്ക് തന്നെ 2 സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതുകൂടെ നമുക്കൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ ചാലിച്ച് ചേർക്കാം. കാരണം നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതേപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ തിളച്ചതിന് ശേഷം മാത്രമേ ആ ഉണ്ട നമ്മൾ ബോൾസ് ആക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കട്ടകളുണ്ടെങ്കിൽ അവിടെ കട്ടയായി കിടക്കും. അതുകൊണ്ട് പറയാൻ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവും. അപ്പൊ പാലിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇനി ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ ഇതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിളച്ച് വന്ന് തേങ്ങാപ്പാലിലേക്ക് ബോൾസ് ആക്കി ഇട്ട് വെച്ചിരിക്കുന്ന ഓരോന്നും നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. ഒന്ന് ഫ്ലെയിം ഒന്ന് ലോയിലാക്കി വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ല തെറിച്ച് കയ്യെ വീഴില്ലേ. മുഴുവനും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമുക്ക് ഹൈയിലാക്കി വെക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷമേ നമ്മൾ ഇളക്കി കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബോൾസ് ഒക്കെ പൊടിഞ്ഞു പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആണ്, റവയല്ലേ. നമ്മൾ ഇതുപോലെ തന്നെ അരി കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഗോതമ്പ് പൊടി കൊണ്ടും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ റവ കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നത്. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട്. നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സോഫ്റ്റും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിക്കാം.
5 മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് വേവിച്ച് നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം എന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ കൊതി തോന്നില്ലേ കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ നെയ്യിൽ മൂപ്പിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നമുക്കിത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാണ്. നെയ്യ് നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വന്ന നെയ്യിലേക്ക് അല്പം അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇതേപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ മൂപ്പിച്ചിടുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ കഴിക്കാത്ത കുട്ടികളും ഇതൊക്കെ കഴിക്കുമല്ലോ. ഇത് ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഫ്ലെയിം ഓഫാക്കാം. അപ്പൊ നമ്മുടെ റവയും തേങ്ങാപ്പാലും കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.